ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മോണ്ടിസോറി ടിടിസി, പ്രീ പ്രൈമറി ടിടിസി, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വായനയുടെ ഉപാസകനായ PN പണിക്കരുടെ ചരമദിനത്തിലാണ് ഓരോ വർഷത്തിലും വായനാ വാരാചരണത്തിന് ആരംഭം കുറിക്കുന്നത്. വായന ദിനചര്യയെ ഏറ്റെടുക്കണമെന്നാണ് വായനാ ദിനത്തിലെ ഉദ്ബോധനം. വായിച്ചു വളരുക, ചിന്തിച്ചു വളരുക എന്ന് ആഹ്വാനം ചെയ്യുന്ന ഈ ദിനത്തിൽ വായനയിലൂടെ മനസ്സിലെ ഇരുളകറ്റാൻ ഓരോ പൗരനും സാധിക്കട്ടെ. പ്രധാന വാർത്തകളിലേക്ക്. ജോലി ഭാരത്തിനനുസരിച്ചുള്ള മാന്യത സർക്കാരിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ജയിൽ ജീവനക്കാർക്ക് ലഭിക്കുന്നില്ലെന്ന് DIG ശിവദാസ് K തൈപ്പറമ്പിൽ. വായനയുടെ വെളിച്ചം പകർന്ന് ജൂൺ 19 ലോക വായനാ ദിനം. കൊട്ടിയൂരിലെ വൈശാഖോത്സവത്തോടനുബന്ധിച്ച് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ഇളനീരാട്ടം. വാർത്തകൾ വിശദമായി. അറിവിലൂടെ പ്രകാശം നിറച്ച് മനസ്സിലെ കുരിരുൾ മായ്ക്കുന്ന അക്ഷരങ്ങളുടെ മഹത്വം പകർന്ന് ലോക വായനാ വാരാചരണത്തിന് തുടക്കമായി. അറിവിലൂടെ സമ്പന്നനാകൂ, ശാസ്ത്രത്തിലൂന്നി ശക്തരാകൂ എന്നതാണ് ഈ വർഷത്തെ വായനാ ദിന സന്ദേശം. ജൂൺ 19 ലോക വായനാ ദിനം. ദൃശ്യമാധ്യമങ്ങളോടൊപ്പമുള്ള യാത്രയിൽ പുസ്തകത്താളുകളിലേക്ക് ഒരെത്തിനോട്ടം. PN പണിക്കർ ചരമവാർഷികമാണ് ലോക വായനാ ദിനമായി ആചരിക്കുന്നത്. വായന മരിക്കുന്നു എന്ന് എല്ലാവരും പരാതിപ്പെടുന്ന അവസരത്തിൽ കടന്നുവന്ന ഈ വായനാ ദിനത്തിൽ വായനയുടെ ലോകം തുറന്നവരെയും പുസ്തകങ്ങൾക്ക് ജന്മം നൽകിയവരെയും മഹത് വചനങ്ങൾ സൃഷ്ടിച്ചവരെയും നമ്മൾ ഓർക്കുന്നു. അറിവിലൂടെ സമ്പന്നനാകൂ, ശാസ്ത്രത്തിലൂന്നി ശക്തരാകൂ എന്നതാണ് ഈ വർഷത്തെ വായനാ സന്ദേശം. ഒരു കാലത്ത് പട്ടിണി മാറ്റാനും ജീവിത ദുരിതങ്ങൾക്കെതിരെ പോരാടാനുമുള്ള ആയുധമായിരുന്നു അക്ഷരങ്ങൾ. പുതിയ ചിന്തകൾക്കും കാഴ്ചപ്പാടുകൾക്കുമുള്ള വേദിയുമായിരുന്നു പുസ്തകങ്ങളും. അതിന് വായന എന്ന പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുക എന്നതാണ് പ്രധാനം. പുസ്തകങ്ങളെ ഗുരുവായും വഴികാട്ടിയുമായാണ് സങ്കല്പിച്ചിരുന്നത്. അറിവുകളും അനുഭവങ്ങളും നിറഞ്ഞതും എത്ര എടുത്താലും തീരാത്ത മുത്തുമണികൾ സമ്മാനിച്ച ഗുരുതുല്യമായ പുസ്തകങ്ങൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. എന്നാൽ ഇന്ന് സൈബർ യുഗത്തിലെ പുതുതലമുറയ്ക്ക് പുസ്തകത്താളുകളിലെ അക്ഷരങ്ങൾ അപരിചിതരാണ്. അവർ ഇന്ന് കീബോർഡിലെ അക്ഷരങ്ങൾക്ക് രൂപവും ഭംഗിയും നൽകുന്നു. പുസ്തകങ്ങളിലാണെങ്കിൽ സൈബർ പദങ്ങളാൽ ആലങ്കാരികവും. വായിക്കാത്തവർ മനുഷ്യരാണോ എന്ന് ലോകം സംശയിക്കുന്ന ഈ കാലത്ത് ഇന്നത്തെ തലമുറയോട് പഴയ തലമുറ പറയാൻ തുടങ്ങിയിരിക്കുന്നു. പുസ്തകത്താളുകളിലെ അക്ഷരങ്ങൾക്കൊപ്പം സഞ്ചരിക്കൂ. വായനയുടെ മഹത്വം സമൂഹത്തിന് നൽകാൻ അവരുടെ ശബ്ദങ്ങൾക്ക് നമ്മൾക്കും ശക്തി പകരാം. ഇനിയുള്ള കാലവും അതെത്ര സാങ്കേതികാത്ഭുതങ്ങളിലേക്ക് മാറിയാലും സമൂഹത്തെ അഴിച്ചുപണിയാനുള്ള നിയോഗം അക്ഷരങ്ങൾക്കു തന്നെയാണെന്ന അറിവ് ഈ വായനാ ദിനത്തിൽ സമൂഹത്തിനോട് പറയാം. നൈനു കൾച്ചറൽ ഡെസ്ക്. വായനയുടെ മഹത്വം സമൂഹത്തിന് പകർന്നു നൽകി ഒരു പറ്റം കുരുന്നുകളുടെ ഗ്രന്ഥശാല സന്ദർശനം. കോഴിക്കോട് മാലാഞ്ചിറ ലൈബ്രറിയിലാണ് വായനാ ദിനത്തിൽ പുതിയ പുസ്തക കൂട്ടുകാരെ പരിചയപ്പെടാൻ അധ്യാപകരോടൊപ്പം ഇവർ എത്തിയത്. ബാഗുകളിലെ പുസ്തക കൂട്ടങ്ങളിലോ ക്ലാസ് മുറികളിലോ കാണാത്ത കൂട്ടുകാർ. പുതിയ പുസ്തക കൂട്ടുകാരെ കണ്ടപ്പോൾ കുരുന്നുകളുടെ മനസ്സിൽ അത്ഭുതം വിടർന്നു. ചിലർ പുസ്തക ചട്ടക്കൂട്ടിൽ ഒന്ന് വിരലമർത്തി, ചിലർ പുറം ചട്ടകളിലെ ഭംഗി നോക്കി പുസ്തകം മെല്ലെ കയ്യിലൊതുക്കി. പിന്നീട് വായനയുടെ പുതിയ പ്രപഞ്ചം ഒന്ന് കണ്ണോടിച്ചു. കുരുന്നു കണ്ണുകളിൽ ഒതുങ്ങുന്നില്ല ഈ പുതിയ ലോകമെന്ന് കാണാം. കച്ചേരിക്കുന്ന് GLP സ്കൂളിലെ വിദ്യാർത്ഥികൾ വായനാ ദിനത്തിൽ മാനാഞ്ചിറ സെൻട്രൽ ലൈബ്രറിയിൽ എത്തിയപ്പോഴുണ്ടായ മനോഹര കാഴ്ചയാണിത്. ലൈബ്രറിയിൽ ഓടി നടന്നും പുസ്തകങ്ങളിലെ ചിത്രങ്ങൾ നോക്കിയും ചില കടുകട്ടി വാക്കുകൾ വായിക്കാൻ ശ്രമിച്ചും ഈ വായനാ ദിനത്തിന്റെ സന്ദേശം മഹത്തരമാക്കി. ഇന്ന് ഗ്രന്ഥശാലകൾ അപ്രത്യക്ഷമാവുന്നു, വായനാശീലം പുതുതലമുറയിൽ നിന്നും അകലുന്നു എന്ന് ഒരു പത്രത്തിൽ വന്ന വാർത്തയെ തുടർന്നാണ് GLP സ്കൂളിലെ അധ്യാപകർ ഇങ്ങനെയൊരു സന്ദർശനം ആസൂത്രണം ചെയ്തത്.
തങ്ങളുടെ കുട്ടികളിൽ വായനാശീലത്തിന് മഹത്വം പകരുകയും ഗ്രന്ഥശാലകളെ സംരക്ഷിക്കാനുള്ള ബോധം അവരിൽ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് യാത്ര ഒരുക്കിയത്. സ്കൂൾ മദർ PTAയുടെ സഹകരണത്തോടെ സ്കൂൾ ഹെഡ്മാസ്റ്റർ KK സൈനുദ്ദീന്റെ നേതൃത്വത്തിലാണ് 60ഓളം കുട്ടികൾ ലൈബ്രറി സന്ദർശനത്തിനായി എത്തിയത്. സന്ദർശനത്തിന്റെ ഭാഗമായി കുട്ടികളും ലൈബ്രറിയനുമായി ഒരു അഭിമുഖവും നടന്നു. അറിവുകൾ നമ്മളെ തേടിയെത്തുന്ന ഈ കാലത്ത് അറിവുകളെ തേടിയെത്തിയ ഈ കുരുന്നുകൾ പുതുതലമുറയ്ക്ക് വായനയുടെ പുതിയ ലോകം തുറക്കുകയാണ്. 9 കൾച്ചറൽ ഡെസ്ക്. വായിച്ചു വളരും, ചിന്തിച്ച് വിവേകം നേടുമെന്ന പ്രതിജ്ഞയോടെ വായനാ വാരാചരണത്തിന് ജില്ലയിൽ തുടക്കമായി. പ്രശസ്തമായ നോവലുകളിലെ കഥാപാത്രങ്ങളാണ് അതിഥികളെ ചടങ്ങിലേക്ക് സ്വീകരിച്ചത്. വായനാ വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വിപുലമായ പരിപാടികളോടെ കോഴിക്കോട് വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾസ് ഹൈസ്കൂളിൽ നടന്നു. പ്രസിദ്ധമായ നോവലുകളിലെ കഥാപാത്രങ്ങളാണ് ചടങ്ങിനെത്തിയവരെ സ്വീകരിച്ചത്. വിശ്വവിഖ്യാതമായ പാത്തുമ്മയുടെ ആടിലെ പാത്തുമ്മയും ആടും സ്വീകരണ കമ്മിറ്റിയിലും സ്ഥാനം പിടിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും PN പണിക്കർ ഫൗണ്ടേഷനും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. കൌൺസിലർ CK രേണുകാദേവി അധ്യക്ഷം വഹിച്ച ചടങ്ങ് ജില്ലാ കളക്ടർ CA ലത ഉദ്ഘാടനം ചെയ്തു. PN പണിക്കർ അദ്ദേഹത്തെയൊക്കെ പോലെയുള്ള വലിയ വ്യക്തികളുടെ ആ ഒരു ഉൾക്കാഴ്ച നമ്മൾ അപ്ഹോൾഡ് ചെയ്തുകൊണ്ട് ഇനിയും ഭാവിയിൽ അങ്ങോട്ട് നമ്മൾ അതെല്ലാം ഉപകാരപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമുക്ക് ഒരുപാട് വായനാശീലം വേണം. ഇന്നത്തെ ഇന്റർനെറ്റ് യുഗത്തിലും വീഡിയോഗ്രഫിയിലും ഒക്കെ കമ്പമുള്ള പിള്ളേർക്ക് ഇപ്പം വായന വളരെ കുറവായിരിക്കും. പക്ഷെ എന്നാലും റീഡിംഗ് ഒരു ഹാബിറ്റ് ആക്കി എടുക്കുക, ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള എന്ത് കിട്ടിയാലും വായിക്കാൻ ശ്രമിക്കുക, വായിച്ച് വളരുക എന്നുള്ള നമ്മുടെ അദ്ദേഹത്തിന്റെ ഒരു സ്ലോഗൻ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവിയിലേക്ക് ഈ ഒരു വായനാ ദിനവും വാരാഘോഷവും ഭംഗിയായി നടക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വായനാ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേകം തയ്യാറാക്കിയ പ്രതിജ്ഞ ചടങ്ങിൽ ചൊല്ലിക്കൊടുത്തു. വായന ഒരു ശീലമാക്കി ചിത്രശക്തികളായി പ്രവർത്തിക്കുന്ന തീവ്രവാദത്തിനും മതമൗലികവാദത്തിനും മദ്യം മയക്കുമരുന്ന് തുടങ്ങിയവയ്ക്കും എതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികളുടെ വിളംബരജാഥ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ ആദരിക്കൽ, വിദ്യാർത്ഥികൾ വായനയിലൂടെ നേടിയ അറിവ് പങ്കുവയ്ക്കൽ തുടങ്ങി വിവിധ പരിപാടികളും ജില്ലയിൽ സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ക്വിസ് മത്സരത്തിലെ വിജയികളായ ഹൈസ്കൂൾ വിഭാഗത്തിലെ കൊയിലാണ്ടി ഹയർ സെക്കൻഡറി ബോയ്സ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അശ്വിൻ S, ഹൈസ്കൂൾ വിഭാഗത്തിൽ 2-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ രാമനാട്ടുകര SBHSSലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി ദീപക് P, മണിയൂർ GHSSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി വിശാൽ C എന്നിവർ ചടങ്ങിൽ പുരസ്കാരങ്ങൾ സ്വീകരിച്ചു. BM സുഹറ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. KP സുധീര മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് M രാജൻ, NE ബാലകൃഷ്ണമാരാർ, EP ജ്യോതി, KS വെങ്കടാചലം, സിസ്റ്റർ സുജയ, സിസ്റ്റർ ജയശീല എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി ചടങ്ങിന് നേതൃത്വം നൽകി. ജോലി ഭാരത്തിനനുസരിച്ചുള്ള മാന്യത സർക്കാരിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ജയിൽ ജീവനക്കാർക്ക് ലഭിക്കുന്നില്ലെന്ന് ഉത്തരമേഖല DIG ശിവദാസ് K തൈപ്പറമ്പിൽ. കേരള ജയിൽ എക്സിക്യൂട്ടീവ് സർവീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കോഴിക്കോട് മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് എന്നീ ജില്ലകളിലെ ജയിൽ സർവീസിൽ നിന്നും വിരമിച്ചവരാണ് കോഴിക്കോട് ശിക്ഷക് സദനിൽ ഒത്തുചേർന്നത്. കേരള ജയിൽ എക്സിക്യൂട്ടീവ് സർവീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മേഖലാ കൺവെൻഷൻ ഉത്തരമേഖല ജയിൽ DIG ശിവദാസ് K തൈപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ജോലി ഭാരത്തിനനുസരിച്ചുള്ള മാന്യത സർക്കാരിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ജയിൽ ജീവനക്കാർക്ക് ലഭിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ബ്രഹ്മാണ്ഡത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ജോലിയാണെന്ന വസ്തുത നമുക്കറിയാം. അതിനൊക്കെ ഒരു റെസ്പോൺസ് സമൂഹത്തിൽ നിന്നും ജയിൽ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നില്ല എന്ന വസ്തുത എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം NC വിജയൻ അധ്യക്ഷനായിരുന്നു. K മൊയ്തീൻകുട്ടി സംസ്ഥാന ഭാരവാഹികളെ പരിചയപ്പെടുത്തി. ജില്ലാ ജയിൽ സൂപ്രണ്ട് P അജയ്കുമാർ, C നാരായണൻ, മേഖലാ സെക്രട്ടറി CM രാജേഷ് എന്നിവർ സംസാരിച്ചു. K മൊയ്തീൻകുട്ടി, EP ചന്ദ്രൻ, T രാജു, A അപ്പൂക്കടലുണ്ടി, K രവീന്ദ്രൻ, O ശശിധരൻ, PA ദിവാകരൻ, CP രാധാകൃഷ്ണൻ, E രവീന്ദ്രൻ എന്നിവർ കൺവെൻഷന് നേതൃത്വം നൽകി.
പ്രസിദ്ധമായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഇളനീരാട്ടം നടന്നു. ബുധനാഴ്ച രാത്രി ഭക്തർ ക്ഷേത്രക്കുളത്തിൽ മുങ്ങി ഇളനീർ കാവുമേന്തി പ്രദക്ഷിണം ചെയ്തു. വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് ക്ഷേത്രം ശാന്തി ശുഭശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശ്രീകണ്ഠേശ്വരന് ഇളനീരാട്ടം നടന്നു. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ സുപ്രധാന ചടങ്ങായ ഇളനീരാട്ടം വ്യാഴാഴ്ച നടന്നു. ഇതിനു മുന്നോടിയായുള്ള ഇളനീർ വെപ്പ് ഭക്തിസന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു. ബുധനാഴ്ച രാത്രി 10:30യോടെയാണ് ഇളനീർ വെപ്പിന് തുടക്കമായത്. തിരുവഞ്ചിറയിൽ കാര്യത്ത് കൈക്കോളൻ സ്ഥാനികൻ തട്ടുംപോളയും വെച്ച് ശുഭ മുഹൂർത്ത രാശി വിളിച്ചതോടെ വാദ്യഘോഷ സമേതം കിരാതമൂർത്തി പ്രത്യക്ഷപ്പെട്ട് ആദ്യ ഇളനീർക്കാവ് പെരുമാളിന് സമർപ്പിക്കുകയായിരുന്നു. തുടർന്ന് രാശിവിളി കാതോർത്ത് മന്തഞ്ചേരി മൈതാനിയിൽ കാത്തുനിന്ന ആയിരക്കണക്കിന് ഭക്തർ തങ്ങളുടെ കാവുകളുമേന്തി ബാവലിയിൽ മുങ്ങി ഈറനണിഞ്ഞ് തിരുവഞ്ചിറയിലെത്തി കാവുകൾ പെരുമാളിന് സമർപ്പിച്ചു. ഹരിഗോവിന്ദ കീർത്തനാലാപനത്താൽ മുഖരിതമായ ഉത്സവ നഗരി ഈ സമയം ഭക്തിസാന്ദ്രമായി. മണിക്കൂറുകൾ നീണ്ട ഇളനീർ സമർപ്പണ ചടങ്ങ് പൂർത്തിയായതോടെ തിരുവഞ്ചിറ ജലാശയം ഇളനീർ കാവുകൾ കൊണ്ട് കൂമ്പാരമായി. ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ ഒഴുകിയെത്തിയ ഇളനീർ വ്രതക്കാരെ കൊണ്ട് കിഴക്കൻ നടയിലെ മന്തഞ്ചേരി മൈതാനം നിറഞ്ഞു കവിഞ്ഞിരുന്നു. കോരപ്പുഴയ്ക്കും വളപട്ടണം പുഴയ്ക്കും ഇടയിലുള്ള പ്രദേശങ്ങളിലെ ഭക്തരാണ് ഇളനീർ സമർപ്പണത്തിനെത്തിയത്. എരുവട്ടി, ആയിരത്തി, മുടിശ്ശേരി, ആയിരൻ, മേക്കിലേരി, കുറ്റ്യാടി, തികിൻ തുടങ്ങിയ തണ്ടാളന്മാരുടെ നേതൃത്വത്തിലാണ് ഇളനീർ വ്രതക്കാർ എത്തിയത്. മഹോത്സവത്തിലെ സുപ്രധാന ചടങ്ങായ ഇളനീരാട്ടത്തിന് പുറമെ അഷ്ടമി ആരാധനയും വ്യാഴാഴ്ച നടന്നു. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ഇളനീരാട്ടത്തിനും നിരവധി ഭക്തർ എത്തിച്ചേർന്നു. ബുധനാഴ്ച രാത്രി 8 മണിക്ക് ഇളനീർ വെച്ചു. ക്ഷേത്രക്കുളത്തിൽ മുങ്ങി ഈറനണിഞ്ഞ് ഇളനീർ കാവുകളുമെന്തി ഭക്തർ ക്ഷേത്രത്തെ വലം വെച്ച ശേഷമാണ് ഇളനീർ വെച്ചത്. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് ഇളനീർ അഭിഷേകം നടത്തി. ഇളനീരാട്ട കമ്മിറ്റി കൺവീനർ KT പരമേശ്വരൻ, ക്ഷേത്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി IP പുഷ്പരാജൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇളനീർ വെപ്പിന് ക്ഷേത്രം മേൽശാന്തി ശുഭശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വായനാ വാരം പുസ്തക പ്രദർശനം ഗാന്ധി ഗൃഹത്തിൽ ആരംഭിച്ചു. സാഹിത്യകാരൻ ഡോക്ടർ K. മാധവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുവരവോടെ ഇന്ന് സമൂഹത്തിൽ വായനാശീലം കുറഞ്ഞുവന്നതായി അദ്ദേഹം പറഞ്ഞു. ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുവരവോടെ ഇന്ന് സമൂഹത്തിൽ വായനാശീലം കുറഞ്ഞു വന്നതായി സാഹിത്യകാരനും ഗ്രന്ഥകർത്താവുമായ ഡോക്ടർ K. മാധവൻകുട്ടി പറഞ്ഞു. ഈ ഒരു സ്ഥിതിവിശേഷം വന്നതോടെയാണ് മനുഷ്യന്റെ ചിന്താവിഷയങ്ങൾ ഉപരിവിപ്ലവമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വായനാ വാരം പുസ്തക പ്രദർശനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണഗതിയിൽ നമ്മൾ ജ്ഞാനം എന്ന് പറയുന്നത് കുറേ ഇൻഫർമേഷൻ ഉണ്ടാക്കാം, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം, പല കാര്യങ്ങൾ അതിനൊക്കെ ഗൂഗിളോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റോ ഉപയോഗിക്കുക. അതാണ് ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ മിക്കവാറും കാര്യങ്ങൾ മനസ്സിലാക്കി. പക്ഷെ അതുകൊണ്ട് ഒരു മനുഷ്യന് ബുദ്ധിയുള്ളവനോ അല്ലെങ്കിൽ ജ്ഞാനമുള്ളവനോ അല്ലെങ്കിൽ ആയിത്തീരുന്നില്ല. ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മുടെ മനസ്സാകുന്ന കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് കുറേയേറെ കാലം അതിനെ ചവച്ചാൽ മാത്രമേ അത് ഒരു നോളജായിട്ട് ആ നോളജ് വളരെയേറെ കാലം നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ അത് വിശുദ്ധം ആയിട്ടുള്ളൂ. ചടങ്ങിൽ ട്രസ്റ്റി മെമ്പർ PN ശാന്തകുമാരി അധ്യക്ഷം വഹിച്ചു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി VK ബാലകൃഷ്ണൻ ആദ്യ വിൽപ്പന നടത്തി. സ്വാതന്ത്ര്യ സമരസേനാനി P. വാസു പുസ്തകം ഏറ്റുവാങ്ങി. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് T. ബാലകൃഷ്ണൻ, P. സദാനന്ദൻ, P. ശിവാനന്ദൻ എന്നിവർ സംബന്ധിച്ചു. പ്രദർശനം ഒരാഴ്ച നീണ്ടുനിൽക്കും. വാർത്തകളിൽ ഇടവേള. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം.
my daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കൊയിലാണ്ടി കൃഷ്ണ തിയേറ്ററിലെ 15 ലക്ഷത്തോളം രൂപ വരുന്ന പ്രൊജക്ടർ മോഷണം പോയി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് തിയേറ്ററിന്റെ ജനൽ പൊളിച്ച് മോഷ്ടാക്കൾ മോഷണം നടത്തിയത്. കൊയിലാണ്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രൊജക്ടർ മോഷണ കഥ. സംഭവം കൊയിലാണ്ടി കൃഷ്ണ തിയേറ്ററിലാണ്. പണമോ മറ്റു ഉപകരണങ്ങളോ അല്ല മോഷ്ടാവ് കൈക്കലാക്കിയത്. സിനിമയെ വെളിച്ചമായും ശബ്ദമായും കാണികളിലെത്തിക്കുന്ന 15 ലക്ഷം രൂപ വില വരുന്ന ഡിജിറ്റൽ ട്യൂബ് സാറ്റലൈറ്റ് പ്രൊജക്ടറാണ് അദ്ദേഹം അതിവിദഗ്ധമായി മോഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് കവർച്ച നടന്നത്. കൂതറ സിനിമയുടെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് തിയേറ്റർ അടച്ചതിനു ശേഷമാണ് മോഷണം നടത്തിയത്. തിയേറ്ററിന്റെ മുൻവശത്തുള്ള ജനവാതിൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. തിയേറ്റർ ഉടമ വിജയൻ രാവിലെ തിയേറ്റർ തുറക്കാൻ വന്നപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത്. പരിചയമുള്ള ആരെങ്കിലും ചെയ്തതായിരിക്കാം എന്നാണ് സംശയമെന്ന് വിജയൻ പറയുന്നു. ക്യാബിന് സെക്കൻഡ് ഷോ കഴിഞ്ഞ് കൂട്ടിപ്പോയതാണ്. പിന്നെ ഇന്ന് രാവിലെ ക്യാബിൻ തുറന്നു നോക്കുമ്പോഴാണ് ഡോർ തുറന്നിട്ടായി കണ്ടത്. ഗ്ലാസ് നീക്കി അകത്ത് കടന്ന് മേലെ ഡോറ് തുറന്നിട്ട് പുറത്ത് സാധനം കൊടുത്തായിട്ടാണ് മനസ്സിലാക്കുന്നത്. കണ്ടുകൊണ്ട് ഇതിനെപ്പറ്റി അറിയുന്ന ആരെങ്കിലും ചെയ്തതായിട്ടാ വഴി ഇതുമായിട്ട് ബന്ധമുള്ളത്. കാരണം അത് അതേമാതിരി തന്നെയാണ് സാധനങ്ങളൊക്കെ ഊരിക്കൊണ്ടുപോയിട്ടുള്ളത്. എത്ര പൈസ വരും? 12 ലക്ഷം രൂപ വരും. കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി വിവരങ്ങൾ ശേഖരിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉത്തരമേഖലാ കൺവെൻഷൻ ജൂൺ 21 ശനിയാഴ്ച കോഴിക്കോട് ടാഗോർ ഹാളിൽ നടക്കും. ഉത്തരമേഖലയിലെ 5 ജില്ലകളിൽ നിന്നുള്ള കോൺഗ്രസ് ഭാരവാഹികളും ജനപ്രതിനിധികളും കൺവെൻഷനിൽ പങ്കെടുക്കുമെന്ന് DCC ഭാരവാഹികൾ പറഞ്ഞു. KPCC പ്രസിഡന്റ് VM സുധീരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രിയും മറ്റ് കോൺഗ്രസ് മന്ത്രിമാരും ചടങ്ങിൽ സംബന്ധിക്കും. അപ്രഖ്യാപിത പവർ കട്ടിനെതിരെ കൊയിലാണ്ടി മർച്ചന്റ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് C അബ്ദുള്ള മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിനെതിരെ കൊയിലാണ്ടി മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൊയിലാണ്ടി സബ്സ്റ്റേഷനു പരിധിയിൽ വരുന്നവരാണ് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് കാരണം ദുരിതമനുഭവിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾ മിക്കതും ലോഡ് ഷെഡിംഗ് കാരണം പ്രവർത്തിക്കുന്നില്ല. മർച്ചന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് C അബ്ദുള്ള മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഒരു ദിവസം വൈദ്യുതി ഇല്ലെങ്കിൽ അന്ന് ആ കട കൂട്ടിയതിന് സമമാണ്. ട്രഷറർ PK ഷുഹൈബ്, KK നിയാസ്, ഉസ്മാൻ, PP ബഷീർ എന്നിവർ സംസാരിച്ചു. പവർ കട്ടിനെതിരെ കൊയിലാണ്ടി KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ടെന്ന് മാർച്ചിന് നേതൃത്വം നൽകിയവർ പറഞ്ഞു. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി കോഴിക്കോട് ഡെപ്യൂട്ടി കമ്മീഷണർ KB വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ അദാലത്തിൽ എത്തിയത് 12 പരാതികൾ. നിലവിൽ 3 അദാലത്തുകൾ സമാപിച്ചപ്പോൾ ആകെ 30 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ 10 എണ്ണത്തിന് കേസെടുത്തതായി DCP KB വേണുഗോപാൽ നോഡൽ ഓഫീസറായ PM പ്രദീപും പറഞ്ഞു. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി ബുധനാഴ്ച നടത്തിയ അദാലത്തിൽ ലഭിച്ചത് 12 പരാതികൾ മാത്രമാണ്. ഇതിൽ 5 എണ്ണത്തിനാണ് കേസെടുത്തത്. അദാലത്തിനെ കുറിച്ച് നേരത്തെ അറിയാത്തതാണ് പരാതികളുടെ എണ്ണം കുറയാൻ കാരണം. അദാലത്ത് നടക്കുന്ന ദിവസങ്ങളിൽ പത്രങ്ങളിൽ നൽകുന്ന വിവരങ്ങൾ മാത്രമാണ് ഏക ആശ്രയം. ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ 8 ആഴ്ചയിൽ ഒരു ദിവസം ഓപ്പറേഷൻ കുബേര അദാലത്ത് സംഘടിപ്പിക്കാനാണ് തീരുമാനം. എന്നാൽ 3 അദാലത്ത് പൂർത്തിയായപ്പോൾ 30 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ 10 എണ്ണത്തിന് കേസെടുത്തതായി ഡെപ്യൂട്ടി കമ്മീഷണർ KB വേണുഗോപാലനും നോഡൽ ഓഫീസറായ PM പ്രദീപും പറഞ്ഞു. മടിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ പഴയതും പുതിയതൊക്കെ ആയിട്ടുള്ള എല്ലാ പരാതികളും ഇപ്പോൾ വരുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നണേ ബാങ്കുകളിൽ നിന്നും വായ്പ ലഭിക്കാനുള്ള കാലതാമസവും നൂലാമാലകളും ഏറെയുള്ളതിനാലാണ് കൊള്ളപ്പലിശയ്ക്ക് കടമെടുത്ത് ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ ആളുകൾ നിർബന്ധിതരാവുന്നത്. ജില്ലയിൽ പലിശക്കാരും സംഘങ്ങളും കടം കൊടുത്ത് കുടുംബങ്ങൾ തങ്ങളുടെ വരുതിയിലാക്കുകയും കിടപ്പാടം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ നിരവധിയായിട്ടും തുടക്കത്തിൽ കാണിച്ച വ്യഗ്രത പോലും പോലീസ് കാട്ടുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. ഇത്തരത്തിൽ കൊള്ളപ്പലിശക്കാർക്ക് മുന്നിൽ ജീവിതം വഴിമുട്ടിയവരാണ് അദാലത്തിൽ എത്തിയവരിൽ ഏറെയും. സർക്കാർ ഉദ്യോഗസ്ഥർ മുതൽ പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഈ സംഘത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ കൊള്ളപ്പലിശ അംഗങ്ങൾക്ക് എല്ലാ സഹായവും ലഭിക്കുന്നതായും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ബ്ലാങ്ക് ചെക്ക്, മുദ്രപത്രം, ആധാരം എന്നിവ ഉപയോഗിച്ച് പണം തട്ടിയെടുത്തതായാണ് കൂടുതൽ പരാതി. വീട് പണിയാൻ 8 കൊല്ലം മുൻപ് 1 ലക്ഷം രൂപ കടം വാങ്ങി കൊള്ളപ്പലിശ നൽകി സ്ഥലം പോലും നഷ്ടപ്പെട്ട ഫറോക്കിൽ നിന്നുള്ള കുടുംബവും അദാലത്തിനെത്തിയിരുന്നു. രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 3 എണ്ണം നടക്കാവ് സ്റ്റേഷനിലും 1 വീതം ചേവായൂർ ഫറോക്ക് സ്റ്റേഷനുകളുമാണുള്ളത്. നിരവധി സമര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത നമ്മുടെ വിദ്യാഭ്യാസ രംഗം UDF സർക്കാർ തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ്.
അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് 26-ന് SFI നടത്തുന്ന DDE ഓഫീസ് മാർച്ചിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയുടെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് 26-ന് നടക്കുന്ന DDE ഓഫീസ് മാർച്ചിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച SFI ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് ഉജ്ജ്വല സമാപനം. ജില്ലാ സെക്രട്ടറി MK നികേഷ് നയിച്ച ജാഥ ബുധനാഴ്ച വൈകിട്ട് മുഫീസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. സമാപന യോഗം സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ് ഉദ്ഘാടനം ചെയ്തു. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഏതൊക്കെ കാലത്ത് UDF അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ കാലഘട്ടങ്ങളിലെല്ലാം നമ്മുടെ വിദ്യാഭ്യാസ രംഗമാകെ തകർക്കാനാവശ്യമായിട്ടുള്ള നീക്കമാണ് UDF സർക്കാർ നടത്തിയത്. ഇവിടെ ഒരു കാലത്ത് കേരളത്തിൽ ജാതി നോക്കി മതം നോക്കി ഏരിയ പ്രസിഡന്റ് TP ഷെർജിൽ അധ്യക്ഷനായിരുന്നു. MK നികേഷ്, K അശ്വന്ത്, ലിൻഡോ ജോസഫ്, ഫഹദ് ഖാൻ എന്നിവർ സംസാരിച്ചു. രാവിലെ 10 മണിക്ക് താമരശ്ശേരിയിൽ നിന്ന് പര്യടനം ആരംഭിച്ച ജാഥ മുക്കം, കുന്നമംഗലം, ഫറോക്ക്, പാളയം, പോളിടെക്നിക്, ഹോമിയോ കോളേജ് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് മുഫീസിൽ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചത്. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ലീഡർക്ക് പുറമെ പൈലറ്റ് MK നിജേഷ്, ഡെപ്യൂട്ടി ലീഡർ KM നീനു, K അശ്വന്ത്, AK ബിജിത്ത്, N നിതിൻ, TP അമർജിത്ത്, KTK സ്വാതി, AK ഷിനിൽ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. വാർത്തകൾ തുടരുന്നു. മഹാത്മാ അയ്യങ്കാളി ചരമദിനത്തോടനുബന്ധിച്ച് ഹിന്ദു ഐക്യവേദിയുടെയും സാമൂഹ്യനീതി കർമ്മസമിതിയുടെയും നേതൃത്വത്തിൽ സാമൂഹിക നീതി സംഗമം നടത്തി. അനാഥാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് സംഗമം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരളത്തിലെ അനാഥാലയങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന സംഭവം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ഹിന്ദു ഐക്യവേദിയും സാമൂഹിക നീതി കർമ്മസമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച യോഗം ആവശ്യപ്പെട്ടു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല ടീച്ചർ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഝാർഖണ്ഡിലെയും ബീഹാറിലെയും കുട്ടികളെ മലയാളത്തിൽ പഠിപ്പിച്ചതുകൊണ്ട് അവർക്ക് എന്ത് പ്രയോജനമാണെന്ന് ശശികല ടീച്ചർ ചോദിച്ചു. ഇവിടുത്തെ കുട്ടികൾക്ക് എല്ലാ രേഖയും നിർബന്ധമാക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് രേഖകളൊന്നുമില്ലാത്ത അന്യസംസ്ഥാന കുട്ടികളെ എന്തുകൊണ്ട് പരിശോധിച്ചില്ല? NDF-ന്റെയും സിമിയുടെയും രാഷ്ട്രീയ മുഖമാണ് മുസ്ലിം ലീഗെന്നും അവർ ആരോപിച്ചു. കുട്ടികളെ കൊണ്ടുവന്ന സംഭവം കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായി BJP സംസ്ഥാന സെക്രട്ടറി VV രാജൻ മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. ചില മാറ്റങ്ങളൊക്കെ കേന്ദ്രത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിടുത്തം ഊകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇന്ത്യയുടെ ഭരണമായ വിവരം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്റെ സ്ഥിരമായി കൊണ്ടുവരുന്നതാണ്. പക്ഷെ ഇപ്പോഴാണ് ഭരണമായ വിവരം ഞങ്ങൾ അറിയുന്നത്. കാന്തപുരം ഉസ്താദിന്റെ ഒരു വലിയ സ്ഥാപനം നമ്മുടെ നടക്കുന്നത് കാന്തപുരത്ത് കുന്നമംഗല മണ്ഡലത്തിൽ ഈ കാരന്തൂരിൽ. K ഷൈനു അധ്യക്ഷം വഹിച്ചു. ചേറ്റൂർ മാധവൻ മാസ്റ്റർ, അനിൽ മായനാട്, ഗൗതമൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വീണ്ടും ഒരു ഞാറ്റുവേല വരവായി. കർക്കിടക കഞ്ഞിയും ഞാറ്റുവേല വൃക്ഷത്തൈകളുമായി ഗ്രീൻ വ്യൂ പരിസ്ഥിതി കൂട്ടായ്മയും ഒരുങ്ങി. ജൂൺ 21-ന് മാനാഞ്ചിറ DTPC ഓഫീസ് പരിസരത്ത് ജില്ലാ കളക്ടർ CA ലത ഞാറ്റുവേല മഹോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഗ്രീൻ വ്യൂ സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭൂമിക്കൊരു പച്ചക്കുട ഒരുക്കാൻ അനിവാര്യമായ ഒരു തിരിച്ചു നടത്തമാണ് ഗ്രീൻ വ്യൂ പരിസ്ഥിതി സംരക്ഷണ കർഷക കൂട്ടായ്മ ഇത്തവണ ഞാറ്റുവേലയിലൂടെ ആഗ്രഹിക്കുന്നത്. ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രം പ്രത്യേകം തയ്യാറാക്കിയ ഗുണമേന്മയുള്ള ഉയരം കുറഞ്ഞതും 3 വർഷം കൊണ്ട് കായ്ക്കുന്നതുമായ വിവിധതരം മാവുകൾ, പ്ലാവുകൾ, കറിവേപ്പ്, ജാതി, പപ്പായ, കുടംപുളി, നെല്ലി, ഇലിമ്പിപ്പുളി, വിവിധതരം വാഴക്കന്നുകൾ, വിദേശ പഴങ്ങളായ റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, പുലാസാൻ തുടങ്ങിയ എല്ലാവിധ ഫലവൃക്ഷ തൈകളും ഞാറ്റുവേല എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വിൽപ്പനമേളയിൽ നിന്നും ലഭിക്കും. ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 17 കർഷക ദിനം വരെ കർക്കിടകത്തിൽ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി 1 മാസക്കാലം ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ചുള്ള കർക്കിടക കഞ്ഞി കഴിക്കാൻ നഗരവാസികൾക്ക് പ്രത്യേക സൗകര്യമൊരുക്കും. കോഴിക്കോട് നഗരത്തിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ കോമ്പൗണ്ടിലാണ് പാരമ്പര്യ തനിമ ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ ഈ വിശിഷ്ട ഔഷധക്കൂട്ട് ചേർത്ത കഞ്ഞി തയ്യാറാക്കുന്നത്. ഞാറ്റുവേലയുടെയും കർക്കിടകത്തിലെ ഔഷധക്കഞ്ഞി വിതരണത്തിന്റെ ബുക്കിംഗ് കൂപ്പൺ ഉദ്ഘാടനവും ജൂൺ 21-ന് ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ജില്ലാ ടൂറിസം പ്രൊമോഷൻ ഓഫീസ് വളപ്പിൽ കളക്ടർ CA ലത വൃക്ഷത്തൈ നട്ടുകൊണ്ട് നിർവഹിക്കുമെന്ന് ഗ്രീൻ വ്യൂ സാരഥികൾ പറഞ്ഞു.
കനത്ത കാറ്റും മഴയും വേങ്ങേരി കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ കെട്ടിടത്തിൽ നാശം വിതച്ചു. 20 മിനിറ്റോളം വീശിയടിച്ച കാറ്റിൽ ഗോഡൌൺ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. ഗോഡൌണിൽ സൂക്ഷിച്ച അരിയും ധാന്യങ്ങളും മഴയിൽ കുതിർന്നു. അടുത്തിടെ അറ്റകുറ്റപ്പണി നടത്തിയ മേൽക്കൂര ഷീറ്റുകളാണ് കാറ്റിൽ നിലം പൊതിയത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ വേങ്ങേരി നഗര കാർഷിക മൊത്ത വിപണന കേന്ദ്രത്തിൽ കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലെ ഇരുമ്പ് ഷീറ്റ് പറന്നുപോയി. ഷീറ്റ് 25 മീറ്ററോളം അകലേക്കാണ് പറന്നു വീണത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 3:00-ഓടെയാണ് സംഭവം. 20 മിനിറ്റോളമാണ് കാറ്റടിച്ചത്. ഇവിടെ സൂക്ഷിച്ച പഞ്ചസാര, പരിപ്പ്, പച്ചരി, ഉഴുന്ന് തുടങ്ങിയവ മഴയിൽ നനഞ്ഞു. ജീവനക്കാരും തൊഴിലാളികളും ചേർന്ന് സാധനങ്ങൾക്ക് മുകളിൽ ടാർപ്പായും മറ്റും വിരിക്കുകയായിരുന്നു. മേൽക്കൂരയിലെ ഷീറ്റിന്റെ അറ്റകുറ്റപ്പണികൾ ഈ അടുത്തിടെയാണ് നടത്തിയിരുന്നത്. പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിനെ കോഴിക്കോട് പൗരാവലി ആദരിക്കുന്നു. ലോകത്തെമ്പാടുമായി 34 സ്ഥാപനങ്ങളുള്ള എറാം ITL ഗ്രൂപ്പ് കമ്പനികളുടെ മേധാവിയാണ് ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ്. ജൂൺ 21-ന് കോഴിക്കോട് ഹൈസൺ ഹെറിറ്റേജിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരും കോർപ്പറേഷൻ മേയറുമടക്കം സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ സംബന്ധിക്കും. ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് എന്ന യുവ സംരംഭകനെ കോഴിക്കോട് പൗരാവലി ആദരിക്കുകയാണ്. എറാം ATL ഗ്രൂപ്പ് കമ്പനികളുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ്. UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത് തുടങ്ങിയ അറേബ്യൻ രാഷ്ട്രങ്ങളിലും ഇറ്റലി, തുർക്കി, UK തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലും കൊറിയയും മലേഷ്യയും അടക്കം ലോകത്തെ വിവിധ രാജ്യങ്ങളിലുമായി 34 വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ തന്റെ 46-ാം വയസ്സിനിടയിൽ ഡോക്ടർ സിദ്ദിഖ് കെട്ടിപ്പടുത്തു. അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുത്ത് സ്വയം ശുദ്ധീകരിക്കാൻ പ്രാപ്തമായ തരത്തിൽ ഈ ടോയ്ലറ്റ് സംവിധാനം കണ്ടെത്തി പ്രാവർത്തികമാക്കിയത് ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിന്റെ മികവുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. 21-ന് വൈകിട്ട് ഹോട്ടൽ ഹൈസൺ ഹെറിറ്റേജിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ കേരള വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ, കോഴിക്കോട് മേയർ പ്രൊഫസർ AK പ്രേമജം തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുമെന്ന് ചെയർമാൻ PV ഗംഗാധരൻ, ജനറൽ കൺവീനർ MC മായിൻ ഹാജി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വികസനത്തിന് കോൺഗ്രസ് എതിരല്ല എന്ന് DCC പ്രസിഡന്റ് KC അബു. എടക്കാട് ആശുപത്രി വിഷയത്തിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഈ നിലപാടാണ് സ്വീകരിച്ചത്. കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ എല്ലാവർക്കും ഇതേ നിലപാടായിരുന്നു. എടക്കാട് ആശുപത്രി നിലവിൽ വന്നാൽ പ്രദേശത്തുകാർക്ക് ഏറെ ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നും KC അബു പറഞ്ഞു. അറ്റൻഡർ, അതുപോലെ ചെറിയ മറ്റു പല ജോലികളുണ്ടാവല്ലോ, ഓഫീസ് സ്റ്റാഫ്, ഇങ്ങനെയുള്ള ജോലികൾ ഈ ഹോസ്പിറ്റലിന് റെസിഡൻഷ്യൽ ആയിട്ടുള്ള അതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കണം. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കേരള വിധവ വെൽഫെയർ സംഘം സാർവദേശീയ വിധവാ ദിനമായ ജൂൺ 23-ന് കോഴിക്കോട്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടികൾ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. വിധവകളും സാമൂഹ്യ സുരക്ഷയും എന്ന വിഷയത്തിൽ KK ചന്ദ്രൻ മാസ്റ്റർ സംസാരിക്കുമെന്നും കേരള വിധവ വെൽഫെയർ സംഘം ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ അയൽക്കൂട്ട കുടുംബങ്ങളെ ലക്ഷ്യം വെച്ച് നഗരപരിധിയിൽ 16 ഷോപ്പുകൾ ആരംഭിക്കുന്നു. ഒന്നാം ഘട്ടമായി OIT റോഡ്, ബീച്ചിന് സമീപം, സ്റ്റേഡിയം, മെഡിക്കൽ കോളേജ്, ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച ഷോപ്പുകൾ 23 മുതൽ പ്രവർത്തന സജ്ജമാകും. കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ 15-ൽ പരം ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും ഷോപ്പിൽ ലഭ്യമാകും. OIT റോഡിൽ സ്ഥാപിച്ച ഷോപ്പിന്റെ ഉദ്ഘാടനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി MK മുനീർ 21-ന് ശനിയാഴ്ച വൈകുന്നേരം 3:30-ന് നിർവഹിക്കും. കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 19-20 ദിവസങ്ങളിലായി നേതൃത്വ ക്യാമ്പ് ശിക്ഷക് സദനിൽ സംഘടിപ്പിച്ചിരിക്കുന്നു. അവകാശ സംരക്ഷണത്തിനപ്പുറം കേരളത്തിലെ സാമൂഹ്യ രംഗത്തുള്ള പ്രധാനപ്പെട്ട മദ്യ, മയക്കുമരുന്ന്, മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം എന്നീ വിഷയങ്ങൾ ക്യാമ്പിൽ ചർച്ച ചെയ്യും. ജൂൺ 20-ന് കാലത്ത് 9 മണിക്ക് പതാക ഉയർത്തലും 9:30-ക്ക് പ്രതിനിധികളുടെ രജിസ്ട്രേഷനും നടക്കും. 10 മണിക്ക് കോഴിക്കോട് MP MK രാഘവൻ ക്യാമ്പിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. കോഴിക്കോട് ഇടിയങ്ങരയിൽ പ്രവർത്തിക്കുന്ന ഖുർആൻ പഠന കേന്ദ്രമായ അൽ മർക്കസുൽ ഫാറൂഖിയുടെ 20-ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു. ജൂൺ 21, 22, 23 തീയതികളിലായി ഇടിയങ്ങര ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങുകൾ നടക്കുക. കോഴിക്കോട് മുൻ ഖാസി ഇംബിച്ച് അഹമ്മദ് ഹാജി 20-ാം വാർഷിക ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് അൽ മർക്കസുൽ ഫാറൂഖി സാരഥികൾ പറഞ്ഞു. 23-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം കോഴിക്കോട് ഖാസി സയ്യിദ് മുഹമ്മദ് കോയ ജമുനുലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ച് 7ാമത് സനദ്ദാന സമ്മേളനവും നടക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജോലി ഭാരത്തിനനുസരിച്ചുള്ള മാന്യത സർക്കാരിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ജയിൽ ജീവനക്കാർക്ക് ലഭിക്കുന്നില്ലെന്ന് DIG ശിവദാസ് K തൈപ്പറമ്പിൽ.
വായനയുടെ വെളിച്ചം പകർന്ന് ജൂൺ 19 ലോക വായനാ ദിനം. കൊട്ടിയൂരിലെ വൈശാഖോത്സവത്തോടനുബന്ധിച്ച് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ഇളനീരാട്ടം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മോണ്ടിസോറി ടിടിസി, പ്രീ പ്രൈമറി ടിടിസി, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283.